കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയ്ക്ക് അന്തിമ രൂപമായി. 10 മണ്ഡലങ്ങളിൽ ഒരു പേര് മാത്രമുള്ള ലിസ്റ്റിൽ എല്ലാ സിറ്റിംഗ് എംഎൽഎമാരുടെയും പേരുകളുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അടൂർ പ്രകാശ്, കെ.സി. ജോസഫ് എന്നിവരുടെ മണ്ഡലങ്ങളിൽ ഒന്നിലധികം പേരുകളുണ്ട്. കെപിസിസി പ്രസിഡന്റ് വി.എം. സുധീരന്റെ പേര് ലിസ്റ്റിലില്ല. അവസാനഘട്ട ചർച്ചകൾക്കായി നേതാക്കൾ 28-ന് ഡൽഹിയിലേക്ക് പോകും. കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ച 82 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയ്ക്കാണ് അന്തിമ രൂപം നൽകിയത്. മത്സരത്തിനില്ലെന്ന് പ്രഖ്യാപിച്ച ആര്യാട മുഹമ്മദ്, ടി.എൻ. പ്രതാപൻ ഉൾപ്പെടെ എല്ലാ സിറ്റിംഗ് എംഎൽഎമാരുടെ പേരും സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരാളുടെ പേര് മാത്രമുള്ള 10 സീറ്റുകളാണുള്ളത്. പുതുപ്പള്ളി, ഹരിപ്പാട്, അരുവിക്കര, ആലുവ, കുന്നത്തുനാട്, തൃത്താല, ചിറ്റൂർ, വണ്ടൂർ, മാനന്തവാടി, സുൽത്താൻ ബത്തേരി എന്നിവയാണ് ഒരാളുടെ മാത്രം പേരുള്ള സീറ്റുകൾ. മന്ത്രിമാരിൽ എ.പി. അനിൽകുമാറിന്റെയും പി.കെ. ജയലക്ഷ്മിയുടെയും സീറ്റുകളിൽ മാത്രമാണ് എതിരാളികളില്ലാത്തത്. കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പേരിനൊപ്പം ഡി.സി.സി. പ്രസിഡന്റ് ടോമി കല്ലാന്റെ പേരുമുണ്ട്. അടൂർ പ്രകാശ് മത്സരിക്കുന്ന കോന്നിയിൽ പി. മോഹൻരാജിന്റെ പേരും സാധ്യതാ പട്ടികയിലുണ്ട്. കെ.സി. ജോസഫിന്റെ മണ്ഡലത്തിൽ യുവനേതാക്കളായ സജീവ് ജോസഫിനെയും സതീശൻ പാച്ചനെയും പരിഗണിക്കുന്നുണ്ട്. വണ്ടൂരിൽ ആര്യാട മുഹമ്മദിന്റെയും ആര്യാട ഷൌക്കത്തിന്റെയും വി. പ്രകാശിന്റെയും പേരുകളാണുള്ളത്. രാവിലെ മുഖ്യമന്ത്രി, കെപിസിസി പ്രസിഡന്റ്, ആഭ്യന്തരമന്ത്രി എന്നിവർ യോഗം ചേർന്ന് തയ്യാറാക്കിയ ചുരുക്ക പട്ടികയ്ക്ക് വൈകിട്ട് ചേർന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗീകാരം നൽകി. കുറച്ച് കുറവ് വരുത്തിയിട്ടുണ്ട്, പക്ഷേ അധികം കുറയ്ക്കാൻ പോയിട്ടില്ല. ഇനി ഇത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വെച്ചിട്ട് അവിടെ നിന്ന് വരുന്ന അഭിപ്രായങ്ങൾ കൂടി ചേർത്തായിരിക്കും സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വേണ്ടി സമർപ്പിക്കും. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ലിസ്റ്റുമായി നേതാക്കൾ ഡൽഹിയിലേക്ക് പോകും. കേന്ദ്ര സ്ക്രീനിംഗ് കമ്മിറ്റി, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി എന്നിവയിലെ ചർച്ചകളിലൂടെ 31 അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകാൻ കഴിയുമെന്നാണ് സംസ്ഥാന നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.